അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലൻ വസഹ്ലൻ മർഹബൻ ബിക്കും. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഈ ക്ലാസ്സിനകത്ത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് LPSA 2021 മുൻവർഷ ചോദ്യപേപ്പർ പരിശോധിക്കുകയാണ്. അതിൻ്റെ അറബി ഭാഗത്തിലുള്ള ചോദ്യങ്ങളുടെ പെട്ടെന്നുള്ള ഒരു വിശകലനമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. പേപ്പറിൻ്റെ കോഡ് 114/2021 LPSA PYQ അനലൈസിസ്. അയാ റഹ്മാനു അർഷിദിനി വഇൽമൻ നാഫിഅൻ സിദിനി. ഇതൊരു കവിതയുടെ വരിയാണ്. അയാ റഹ്മാനു അർഷിദിനി വഇൽമൻ നാഫിഅൻ സിദിനി. ബഹ്റു ഹാദൽ ബൈത്ത്, ഈ വരിയുടെ ബഹ്ർ രീതി ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ശരിയായ ഉത്തരം അൽ ഹസ്ജു എന്നതാണ് ശരിയായ ഉത്തരം. ഹസ്ജ് എന്ന് പറഞ്ഞാൽ മഫായിലുൻ 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 എന്നത് ഹസ്ജിൽ വരുന്ന രീതിയാണ്. അതൊന്ന് തഖ്ദീർ ചെയ്തിട്ട് നമുക്ക് ഉറപ്പുവരുത്താം. അയാ റഹ്മാനു അർഷിദ്നി അർഷിദ്നി. ഇനി തഖ്ദീർ ചെയ്യുന്നു. മഫായിലുൻ മഫായിലുൻ ശരിയാണ്. വഇൽമൻ നാഫിഅൻ സിദ്നി വഇൽമൻ നാഫിഅൻ സിദ്നി. തഖ്ദീർ ചെയ്യുമ്പോൾ മഫായിലുൻ മഫായിലുൻ. അപ്പോൾ മഫായിലുൻ മഫായിലുൻ എന്ന ബഹറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ബഹ്റുൽ ഹസ്ജ് ആണ് ശരിയായ ഉത്തരം. വഹറത്ത് മദ്രസത്തു ദീവാൻ. മദ്രസത്തു ദീവാൻ പ്രത്യക്ഷപ്പെടുന്നത് അലാ യദി, മൂന്നാളുകൾ കൂടി ചേർന്നിട്ടാണ്. അക്കാദ് മാസിനി, മൂന്നാമത് ആളുടെ ആരാണ് എന്നതാണ് ചോദ്യം. ഷുക്രി, അബ്ദുറഹ്മാൻ ഷുക്രി, അബ്ബാസ് മഹ്മൂദ് അക്കാദ്, ഇബ്രാഹിമുൽ മാസിനി വ അബ്ദുറഹ്മാൻ ഷുക്രി, ഇവർ മൂന്ന് പേരും ചേർന്നിട്ടാണ് മദ്രസത്തു ദീവാൻ. ഓപ്ഷൻ ബി. അൽ മുഅദ്ദബൂന ഫിൽ അർള് എന്നത് റിവായത്തുൻ ലി, ആരുടെ നോവലാണ്? അൽ മുഅദ്ദബൂന ഫിൽ അർള്, ഭൂമിയിൽ ക്രൂശിക്കപ്പെടുന്നവർ. അത് ത്വഹ ഹുസൈൻ്റെ നോവലാണ്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്തുള്ള പല ചരിത്രങ്ങളൊക്കെയാണ് അതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അൽ മുഅദ്ദബൂന ഫിൽ അർള്. ഉസ്സിസത്ത് റാബിത്തത്തുൽ ഖലമിയ. റാബിത്തത്തുൽ ഖലമിയ അദബുൽ മഹ്ജറിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് റാബിത്തത്തുൽ ഖലമിയ. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആയിരുന്നു അത് സ്ഥാപിച്ചതും അതിൻ്റെ തുടക്കക്കാരനൊക്കെ. അവലു റഈസൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു. അത് ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത് എന്നതാണ് ഓപ്ഷൻ എ. 1920 റാബിത്തത്തുൽ ഖലമിയ. അല്ലഫൽ കിതാ, ആരാണ് ഫുസൂലുൻ ഫി ശുഅർ വ നഖ്ദിഹി എന്ന ഗ്രന്ഥം രചിച്ചത്? അതൊരു നിരൂപണ സാഹിത്യത്തിലെ ഒരു ഗ്രന്ഥമാണ്. ആധുനിക നിരൂപകനായ ഷൗഖി ലൈഫ്. ഷൗഖി ലൈഫിൻ്റെ സംഭാവനയാണ് ഫുസൂലുൻ ഫി ശുഅർ വ നഖ്ദിഹി എന്നത്. ഇഷ്തഹറ ഖുസ്ബിനു സാഇദത്തുൽ ഇയാദി. ഖുസ്ബിനു സാഇദത്തുൽ ഇയാദി എന്ന പണ്ഡിതൻ പ്രസിദ്ധനായിട്ടുള്ളത് ഏത് മേഖലയിലാണ്? ജാഹിലിയ കാലഘട്ടത്തിലെ പ്രഭാഷകരിൽ ഒന്നാമനായി എണ്ണപ്പെടുന്ന ആളാണ് ഖുസ്ബിനു സാഇദ. അതുകൊണ്ട് തന്നെ അൽ ഖുത്ബ, അൽ ഖുത്ബ, ഷിഅർ, വസിയ്യത്ത്, റിവായത്ത് എന്നതൊക്കെ പ്രസക്തമാണ്. അൽ മുഅസ്സിസുൽ അവ്വൽ ലിദ്ദൗലത്തിൽ അബ്ബാസിയ. അബ്ബാസി ഭരണകൂടത്തിന്റെ സ്ഥാപകൻ ആരാണ് എന്നതാണ് ചോദ്യം. അബ്ബാസി ഭരണകൂടം നമുക്കറിയാം ഹിജ്റ 132 സ്ഥാപിക്കപ്പെടുന്നത്. അത് തുടക്കം കുറിച്ചത് ആരായിരുന്നു? അബുൽ അബ്ബാസ് അസ്സഫാഹ്. അബുൽ അബ്ബാസ് എന്നവരാണ്. അദ്ദേഹത്തിന് വിളിക്കപ്പെട്ടിരുന്ന പേര് അസ്സഫാഹ് എന്നതാണ്. അസ്സഫാഹ്, സഫാഹ് എന്ന് പറഞ്ഞാൽ രക്തം ചിന്തുന്നവൻ. ഭരണകൂടം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ദൗലത്തുൽ ഉമവിയയോട് പടപൊരുതുകയും യുദ്ധത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്ത് ധാരാളം ആളുകൾ വധിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ് സഫാഹ്. ആ ഒരു സ്ഥാനപ്പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. പേര് അബുൽ അബ്ബാസ് എന്നതാണ്. ഉമവിയ ഭരണകൂടം സ്ഥാപിക്കുന്നത് മുആവിയ റളിയല്ലാഹു, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ. മുആവിയ റളിയല്ലാഹുവിനാണ് ഉമവിയ ഭരണകൂടം സ്ഥാപിക്കുന്നത്. അബ്ബാസിയ ഭരണകൂടം അബുൽ അബ്ബാസ് സഫാഹാണ്. മൻസൂറും മഅ്മൂനും ഹാറൂനും അമീനൊക്കെ ഈ അബ്ബാസിയ ഭരണകൂടത്തിലെ രാജാക്കന്മാരായിരുന്നു. അൽ മുഅസ്സിസുൽ അവ്വൽ ദൗലത്തിൽ അബ്ബാസിയ. ആസിമത്തു ദൗലത്തിൽ ഉമവിയ. ഉമവി ഭരണകൂടത്തിന്റെ തലസ്ഥാനം എവിടെയാണ്? ഉമവി ഭരണകൂടത്തിന്റെ തലസ്ഥാനം ദിമഷ്ക് ആയിരുന്നു, ഡമസ്കസ് ആയിരുന്നു.
ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന സമയത്ത് ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടത്തിൽ കൂഫയായിരുന്നു. പിന്നെ ഉമവി ഭരണകൂടം സ്ഥാപിക്കുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു. അദ്ദേഹം കൂഫയിൽ നിന്ന് തലസ്ഥാനം ഡമസ്കസിലേക്ക് മാറ്റി. അബ്ബാസിയ ഭരണകൂടം എന്ന സമയത്ത് ഡമസ്കസിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ ബഗ്ദാദിലേക്ക് ആക്കുന്നുണ്ട്. ബഗ്ദാദിലേക്ക് അബ്ബാസിയ ഭരണകൂടത്തിന്റെ തലസ്ഥാനാക്കുന്നുണ്ട്. ചോദ്യം, ഉമവിയ ഭരണകൂടത്തിന്റെ തലസ്ഥാനം ദിമഷ്ക് ആയിരുന്നു. യുഅറഫു ഡാഷ് ബി ഷാഇറുൽ ഹുർരിയ, ഷാഇറുൽ ഹുർരിയ, സ്വാതന്ത്ര്യത്തിന്റെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? ആധുനിക കവികളുടെ കൂട്ടത്തിൽ ഒരാളാണ്. മഅറൂഫുർ റുസാഫിയാണ് ശരിയായ ഉത്തരം. മഅറൂഫുർ റുസാഫി. മഅറൂഫുർ റുസാഫിയുടെ പേരിൽ ഷാഇറുൽ ഹുർരിയ എന്നുള്ള പേരിൽ ഒരു ഗ്രന്ഥമൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് ആ ഒരു ലഖബ്. സാഹിബ് റിസാലത്തുൽ ഗുഫ്രാൻ, റിസാലത്തുൽ ഗുഫ്രാൻ എന്നൊരു ക്ലാസിക്കൽ ഗ്രന്ഥം അബ്ബാസി കാലഘട്ടത്തിൽ രചിക്കപ്പെട്ടതാണ്. അബുൽ അലാ ഉൽ മഅരിയുടേതാണ്. അബുൽ അലാ ഉൽ മഅരി റിസാലത്തുൽ ഗുഫ്രാൻ എന്നത് ഒരു ഫിലോസഫിക്കൽ ഗ്രന്ഥമായിട്ട് ഇന്നും പ്രസക്തിയോടുകൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. അവൽ സഹീഫ അറബിയ നഷറഹ മുഹമ്മദ് അലി ബാഷ. ഈജിപ്തിലെ നെഹ്വ നവോത്ഥാന കാലഘട്ടത്തിൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് അലി ഭാഷ അറബിയുടെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയിട്ട് ആദ്യമായിട്ട് അറബി ഭാഷയിലെ ഒരു പത്രം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആ പത്രത്തിന്റെ പേര് അൽ വഖാഇഉൽ മിസ്രിയ, അൽ വഖാഇഉൽ മിസ്രിയ എന്നതാണ്. അൽ കലിമത്തുൽ അറബിയ ലികലിമ ഇംഗ്ലീസിയ പീരിയോഡിക്കൽസ്. ഇംഗ്ലീഷിലുള്ള പീരിയോഡിക്കൽസ് എന്നതിനോട് തത്തുല്യമായ അറബി പദം ഏതാണ്? ജരീദത്ത്, പത്രം. ദൗരിയാത്ത്, ദൗരിയാത്ത് എന്ന് പറഞ്ഞാൽ പീരിയോഡിക്കൽസ്. ദൗരിയാത്ത് പ്രത്യേക പീരിയോഡ്സിൽ വരുന്നത് ദൗരിയാത്ത്. മജല്ല സഹീഫ എന്നതൊന്ന്, മജല്ല മാഗസിൻ, സഹീഫ ന്യൂസ് പേപ്പർ. BBC അൽ അഖ്ബാർ അൽ അറബിയ, BBC ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ്. BBC അറബി വാർത്തകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു BBC എന്താ ചെയ്യുന്നത്? തുദീഉ, തുസ്ദിറു, തുഅ്ലിനു, തുഖ്ബിറു. BBC ചെയ്യുന്ന ബ്രോഡ്കാസ്റ്റിംഗിന് പറയല് ഹൈഅത്തുൽ ഇദാഅത്തിൽ ബരീത്താനിയ എന്നതാണ്. ഹൈഅത്തുൽ ഇദാഅത്തിൽ ബരീത്താനിയ എന്നതാണ് BBCയുടെ ഫുള്ള്. ഹൈഅത്തുൽ ഇദാഅ, ഇദാഅ എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിംഗ്. അൽ ബരീത്താനിയ ബ്രിട്ടീഷ്. അപ്പോൾ BBC തുദീഉ എന്നതാണ് ശരിയം. BBC ബ്രോഡ്കാസ്റ്റ്സ്. അപ്പോൾ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് BBC. മിൻ തഅലീഫാത്തി നജീബ് മഹ്ഫൂസ്. നജീബ് മഹ്ഫൂസ് ചോദിക്കപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പെട്ടത് ഏതാണ് എന്നതാണ്. മുഅദ്ദബൂന ഫിൽ അർള് ത്വഹ ഹുസൈൻ്റെതാണ്. ഇബ്രാഹിമുൽ കാത്തിബ് എന്നത് ഇബ്രാഹിമുൽ മാസിനിയുടേതാണ്. ഔലാദു ഹാറത്തിന എന്നത് നജീബ് മഹ്ഫൂസിന്റെ ഗ്രന്ഥമാണ്. ഔലാദു ഹാറത്ത്. ഔദത്തുർ റൂഹ് എന്നത് തൗഫീഖുൽ ഹക്കീമിന്റെ ഗ്രന്ഥമാണ്. ഔദത്തുർ റൂഹ്. അശ്ശഉറു ദീവാനുൽ അറബ്, കവിത അറബികളുടെ ഒരു രജിസ്റ്ററാണ്, ഒരു റെക്കോർഡാണ് എന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് യതഅല്ലഖു ബിശ്ശിഅർ, ഏത് കാലത്തെ കവിതയുമാണ് ബന്ധപ്പെടുന്നത്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞ ഒരു കോട്ടിംഗ് ആണ്. അത് ജാഹിലിയ കാലഘട്ടത്തിലെ അശ്ശഉറുൽ ജാഹിലിയെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. കാരണം ജാഹിലിയ കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളൊക്കെ അന്നത്തെ കവിതകളും മുഅല്ലഖാത്തുകളും പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. في الطريقة داش يبدأ بتعليم الحروف ثم إلى الكلمات والجمل. ആദ്യം ജുസ്ഉകൾ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പടിപടിയായിട്ട് ഓരോന്ന് പഠിച്ചു വരുന്ന ഒരു പഠന ശൈലിയുണ്ട്. അതിന് പറയുന്ന രീതി എന്താണ്? പെഡഗോജിയിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് തർക്കീബിയ. ആദ്യം അക്ഷരങ്ങൾ പഠിക്കും, പിന്നെ അക്ഷരങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വായിക്കാൻ പഠിക്കും, പിന്നെ ഈ പദങ്ങൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സെന്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കും, അത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പാരഗ്രാഫ്, ലേഖനങ്ങൾ എഴുതാൻ, കഥകൾ എഴുതാൻ, ഇങ്ങനെ ചെറുതിൽ നിന്നും തുടങ്ങി പടിപടിയായി വലുതിലേക്ക് എത്തിച്ചേരുന്ന ഒരു പഠന രീതി അത് പരിചയപ്പെടുത്തുന്ന ആ ഒരു മെത്തേഡിന് പറയുന്നതാണ് അത്വരീഖത്തു തർക്കീബിയ എന്നത്. ത്വരീഖത്തു തദ്രീസ് ഒരു അധ്യാപന ശൈലി. അൽ മുതഅല്ലിഖ ബി മദ്ഹബി സയ്യിദ് ജോൺ ഡേവിയുടെ അദ്ദേഹമാണ് അതിൻ്റെ അഡ്വക്കേറ്റ്, അതിനെ പ്രചാരം നൽകിയ ആളായി അറിയപ്പെടുന്നത്. അത് ഏതാണ്? ജോൺ ഡേവി തുടക്കം കുറിച്ച ഒരു പഠന ശൈലിക്ക് വിളിക്കുന്ന പേരെന്താണ്? ത്വരീഖത്തുൽ മശ്റൂ എന്നതാണ് അതിന് പറയുന്നത്. പ്രൊജക്റ്റ് ലേണിംഗ്. മശ്റൂ എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് ലേണിംഗ് എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം.
എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൃഷിയെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ കൂട്ടിയിട്ട് ഒരു പാടത്തിലേക്ക് വയലിലേക്ക് പോയിട്ട് അവിടെ കൃഷി എങ്ങനെ നടക്കുന്നു എന്ന് പഠിക്കണം. അല്ലാതെ പാഠപുസ്തകത്തിൽ നോക്കിയിട്ട് നെല്ലുണ്ടാകുന്നതും പിന്നെ അതിൻ്റെ സമയങ്ങളും കാലഘട്ടങ്ങളും ഒന്നല്ല. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയിരിക്കണം. അത് കൃത്യമായി അനുഭവിച്ചുകൊണ്ട് പ്രൊജക്റ്റ് ലേണിംഗ് എന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച ആളാണ് ജോൺ ഡേവി എന്ന ജോൺ ഡേവി എന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ. അൽ മുലഖബ് ബി ഫൈലസൂഫിൽ അറബ്, അറബികളുടെ ഫിലോസഫർ ഓഫ് ദ അറബ് എന്ന ലഖബ് നൽകപ്പെടുന്നത് ആർക്കാണ്? അൽ കിന്ദി, അബു യാക്കൂബ് അൽ കിന്ദി. അദ്ദേഹം സാഹിത്യ ലോകത്തിന് അദ്ദേഹം തത്വശാസ്ത്രത്തിന്, ഫിലോസഫിക്ക് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. വ്യത്യസ്ത ശാസ്ത്ര മേഖലകളിലുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൽ കിന്ദി എന്ന അവരാണ് ഫൈലസൂഫുൽ അറബ് എന്ന പേരിൽ പ്രസിദ്ധരാകുന്നത്. അല്ലഫ ഡാഷ് കിതാബ് ഫജ്റുൽ ഇസ്ലാം, ഫജ്റുൽ ഇസ്ലാം എന്ന ഗ്രന്ഥമുണ്ട്. ഫജ്റുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം, ഈ പുസ്തകങ്ങൾ ആര് എഴുതിയതാണ് എന്നതാണ് അഹ്മദ് അമീൻ. അഹ്മദ് അമീൻ്റെ ലേഖന സമാഹാരങ്ങളാണ്. വിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഗ്രന്ഥമാണ് ഫജ്റുൽ ഇസ്ലാം. മുഅല്ലഖത്തു സുഹൈർ, സുഹൈർ ബിൻ അബി സുൽമ. സുഹൈർ ബിൻ അബി സുൽമയുടെ മുഅല്ലഖ അത് ദാലിയയാണോ മീമിയയാണോ ലാമിയയാണോ നൂനിനെയാണോ എന്നാണ്. അമിൻ ഉമ്മി ഔഫാ ദിംനതുൽ ലം തകല്ലമി ബിഹൗമാനതി ദുറാജി ഫൽ മുതസല്ലമി. മീമാണ്, മീമിയത്തുൻ. ഓപ്ഷൻ സി മീമിയത്താണ് മുഅല്ലഖത്തു സുഹൈർ. ബഹ്റു തവീലിലാണ്, ഫഊലുൻ മഫായിലുൻ. ഇഖ്തരി ഷാദ മിനൽ ആതിയത്തി, താഴെയുള്ള കൂട്ടത്തിൽ പെടാത്തതിനെ തിരഞ്ഞെടുക്കാനാണ്. സഹ്ബാൻ ബിൻ വായിൽ, അലി റളിയല്ലാഹു അൻഹു, ഖുസ് ബിൻ സായിദ പ്രഭാഷകരാണ്. ഖുതബാ, എന്നാൽ താഴെയുള്ള ജരീർ ഷായിറാണ്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി. അബുൽ അത്താഹി അബ്ബാസി കാലഘട്ടത്തിലെ കവിയായിരുന്നു. മഷ്ഹൂറുൻ ഫി, അദ്ദേഹം ഏത് മേഖലയിലാണ് പ്രസിദ്ധനായിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ കവിതകൾ അസ്ഹുദിയാത്ത്, സുഹുദ്, ദുനിയാവിനെ ത്യജിക്കുന്ന പരലോകത്തെക്കുറിച്ച് പറയുന്ന സുഹുദ് എന്ന മേഖലയിൽ കൂടുതൽ കവിതകൾ എഴുതിയ ആളാണ് അബുൽ അത്താഹിയ. അബുൽ അത്താഹിയ എന്ന് കേൾക്കുമ്പോഴേ തന്നെ സുഹുദിയാത്ത് എന്ന് നമുക്ക് പേരിൽ മനസ്സിൽ വരണം. അൽ ഫത്ഹുൽ മുബീൻ, ഫത്ഹുൽ മുബീൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് എഴുതപ്പെട്ടിട്ടുള്ള സാമൂതിരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ്, ദീർഘമായ ഖസീദയാണ്. അത് എഴുതിയത് ആരാണ് എന്നാണ് ഖാലി മുഹമ്മദ്. ഖാലി മുഹമ്മദിന്റെ അൽ ഫത്ഹുൽ മുബീൻ എന്നതാണ് ഗ്രന്ഥം. കാന കിതാബു തുഹ്ഫത്തുൽ മുജാഹിദീൻ, തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം, തുഹ്ഫത്തുൽ അത് ആർക്ക് സമ്മാനമായി നൽകിയതാണ്? തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഒരു ചരിത്ര പുസ്തകമാണ്. കേരളത്തെക്കുറിച്ചുള്ള ആദ്യത്തെ ചരിത്രങ്ങളൊക്കെ പറയപ്പെടുന്ന ആദ്യത്തെ ചരിത്ര പുസ്തകമാണ്. അത് എഴുതിയത് സൈനുദ്ദീൻ മഖ്ദൂം അസ്സഗീർ അല്ലെങ്കിൽ അത്താനി, രണ്ടാമനാണ്. ഇത് ഒരാൾക്ക് സമ്മാനമായി അദ്ദേഹം കൊടുത്തയച്ചിട്ടുണ്ട്. ആർക്ക് സമ്മാനമായാണ് കൊടുത്തയച്ചത്? ഗുജറാത്തിലെ രാജാവായിരുന്ന ആദിൽ ഷാ, സുൽത്താൻ ആദിൽ ഷാ, അദ്ദേഹത്തിന്. കാരണം ഈ കേരളത്തിൽ നടക്കുന്ന കാരണം കേരളത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ പുറം ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയിട്ടായിരുന്നു അറബിയിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിക്കാൻ തുനിഞ്ഞത്. സുൽത്താൻ ആദിൽ ഷാ. ലാ ജിബായത ലി അർളില്ലാ, അള്ളാന്റെ ഭൂമിക്ക് ഞങ്ങൾ ടാക്സ് കൊടുക്കൂല. ലാ ജിബായത, നോ ടാക്സ് ലി അർളില്ലാ, അള്ളാഹുവിന്റെ ലാൻഡിന്. ഇത് പറഞ്ഞത് ആരായിരുന്നു? ഇത് കേരളീയ അറബി സാഹിത്യത്തിൽ പ്രസിദ്ധമായ ഒരു വാക്കാണ്. ഉമർ ഖാലിയെ ബ്രിട്ടീഷുകാര് പിടിച്ച് അങ്ങനെ ടാക്സ് കൊടുക്കാൻ നിർബന്ധിപ്പിച്ച സമയത്ത് അതിനെതിരെ സമരം ചെയ്ത് പിടിക്കപ്പെട്ട ഒരാളാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ലാ ജിബായത്തിൽ അർളില്ല, ബ്രിട്ടീഷുകാർക്ക് ടാക്സ് നൽകുകയില്ല, ഇത് പടച്ചോന്റെ ഭൂമിയാണ്, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇവിടെ ഞങ്ങൾ വസിക്കുമെന്ന്. മുഅല്ലിഫ് കിതാബ് മാദാ ഖസറൽ ആലം ബിൻ ഹിതാത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ തകർച്ച കൊണ്ട് ലോകത്തിന് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ് എന്ന ഒരു പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അബുൽ ഹസൻ അലി നദ്വിയുടെ ഗ്രന്ഥം. അബുൽ ഹസൻ അലി നദ്വി അല്ലഫ കിതാബ, അബുൽ ഹസൻ നദ്വിയുടെ ഗ്രന്ഥം താഴെയുള്ളതിൽ ഏതാണ്? നുസ്ഹത്തുൽ ഖവാത്തിർ അബ്ദുൽ ഹയ്യ്, അബുൽ ഹസൻ അലി നദ്വിയുടെ വാപ്പ അബ്ദുൽ ഹയ്യിൻ്റെതാണ്. തഹ്ദീബുൽ അഖ്ലാഖും അദ്ദേഹത്തിൻ്റെ തന്നെ. റിജാലുൽ ഫിക്രി വദ്ദഅവ എന്നതാണ് അബുൽ ഹസൻ അലി നദ്വിയുടെ ഗ്രന്ഥം.
അതുകൊണ്ട് ശരിയായ ഉത്തരം റിജാലുൽ ഫിക്രി വദ്ദഅവ എന്നതാണ്. സുബ്ഹത്തുൽ മർജാൻ ഉലാം അലി ആസാദ് അൽ ബൽഗറാമിയുടേത്. തശ്ബീഹുൽ മുർസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തശ്ബീഹ് മുർസൽ, തശ്ബീഹ് 5 ഇനം ഉണ്ടല്ലോ. തശ്ബീഹിലെ അദാത്തു തശ്ബീഹ് പറയപ്പെട്ടു, കളയപ്പെട്ടു. വജ്ഹു ശബ്ഹ് പറയപ്പെട്ടു, കളയപ്പെട്ടു. തശ്ബീഹ് മുർസൽ എന്ന് പറഞ്ഞാൽ മാ ദുഖറത് ഫീഹിൽ അദാത്തു തശ്ബീഹ് പറയപ്പെടുന്നതിനെയാണ് തശ്ബീഹ് മുർസൽ. അദാത്തു തശ്ബീഹ് കളയപ്പെട്ടാൽ തശ്ബീഹ് മുഅക്കദ്. വജ്ഹു ശബ്ഹ് പറയപ്പെട്ടാൽ തശ്ബീഹ് മുഫസ്സൽ. വജ്ഹു ശബ്ഹ് കളയപ്പെട്ടാൽ തശ്ബീഹ് മുജ്മൽ. രണ്ടും കളയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തശ്ബീഹ് ബലീഗ് എന്നിങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ തശ്ബീഹ് അദാത്തു തശ്ബീഹ് പറയപ്പെട്ടത് തശ്ബീഹ് മുർസലാണ്. ശരിയായ ഉത്തരം എ. യമുജ്ജു ളലാമൻ ഫീ നഹാരിൻ ലിസാനുഹു വയഫ്ഹമു അമ്മൻ ഖാല മാ ലൈസ യസ്മഉ. പേനയെ കുറിച്ച് കവി വിശേഷിപ്പിക്കുകയാണ്. യമുജ്ജു, ഈ പേന തുപ്പുന്നു, വലാമൻ ഇരുട്ടിന്, ഫി നഹാരിൻ പകലിൽ, ലിസാനുഹു ഈ പേനയുടെ നാവ് തുപ്പുന്നു. അപ്പൊ ഇവിടെ ഇരുട്ടിനോട് തശ്ബീഹാക്കിയത് മഷിയയാണ്, പേപ്പറിനെ തശ്ബീഹാക്കിയത് പകലിനോടാണ്, കാരണം വെള്ള പേപ്പറിൽ. അതുകൊണ്ട് തന്നെ വലാമ് നഹാർ എന്നീ 2 പദങ്ങളാണല്ലോ ഇവിടെ ഇസ്തിആറത്ത് സംഭവിച്ചിട്ടുള്ളത്. ഈ ഇസ്തിആറത്ത് സംഭവിച്ചത് അസ്ലിയയാണ്, കാരണം ജാമിദായ പദങ്ങളാണ്, മുസ്തഖായ പദമല്ല. വലാമ് നഹാർ എന്നിവകൾ ജാമിദായ പദമാണ്, മുസ്തഖായ പദമല്ല. അതുകൊണ്ട് തന്നെ ഇസ്തിആറ തബഈ അസ്ലിയയാണ്. മുസ്തഖായിരുന്നുവെങ്കിൽ തബഈയാകുമായിരുന്നു. മിനൽ മുഹസനാത്തിൽ ലഫ്ലിയ, മുഹസനാത്തിൽ ലഫ്ലിയയിൽ പെട്ടതാണ് താഴെയുള്ളതിൽ അൽ ഇഖ്തിബാസ്. ഇഖ്തിബാസ് തൗരിയത്ത് മാനവിയയാണ്, ഇഖ്തിബാസ് മുഹസനാത്തിൽ ലഫ്ലിയയിൽ പെട്ടതാണ്. ദഅനി ഇലാ സ്വാദ ദവാഇ ഹവാ സ്വാദ. ദഅനി ഇലാ സ്വാദ ദവാഇ ഇലാ സ്വാദ എന്ന ഈ വരി ബഹ്റു ഹാദൽ ബൈത്തി, ഈ ബൈത്തിന്റെ ബഹ്ർ ഏതാണെന്നാണ് ചോദ്യം. ഇത് ബഹ്ർ മുലാരി, അൽ ബഹ്റുൽ മുലാരി. ഈ വരിയുടെ ബഹ്ർ ഇൽമുൽ അറൂദിലെ അനുസരിച്ച് ബഹ്ർ വരുന്നത് ഓപ്ഷൻ ഡി, മുലാരി ആണ്. അൽ ബഹ്റുൽ മുലാരി ആണ്. ബഹ്ർ മുലാരി എന്ന് പറഞ്ഞാൽ മഫാഇലുൻ ഫാഇലാത്തുൻ മഫാഇലുൻ ഫാഇലാത്തുൻ. അതിന് നമുക്ക് തഖ്തീ ചെയ്തിട്ട് ഒന്ന് ഉറപ്പുവരുത്താം. ദഅനി ഇലാ സുആദ മഫാഇലു. മഫാഇലു മഫാഇലുൻ എന്നുള്ള അവസാനത്തിലെ നൂന് സിഹാഫ് വന്ന് കളഞ്ഞു പോയതാണ്. ഫാഇലാത്തുൻ ദവാഇ ഹവാ സുആദ ദവാഇ ഹവാ സുആദ. ഇവിടെ മഫാഇലു ഫാഇലാത്തുൻ, മഫാഇലുൻ ഫാഇലാത്തുൻ മഫാഇലുൻ ഫാഇലാത്തുൻ. ബഹർ ബഹർ മുലാരി ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇസ്മുൻ മുഅറബുൻ, മുഅറബായ ഒരു പദമാണ്. ആഖിറുഹു യാ ഉൻ, അവസാനം യാ, ലാസിമത്തുൻ എപ്പോഴും സ്ഥിരമായി ഉണ്ടാകുന്ന യാ ആണ്. അതിന്റെ തൊട്ട് മുമ്പുള്ളത് മക്സൂറുൻ കസറാണ്. ഖാളി, അവസാനം യാ, തൊട്ട് മുമ്പ് കസർ. ഇത്തരം പദങ്ങൾക്ക് എന്താണ് പേര് പറയുന്നത്? അൽ ഇസ്മുൽ മൻഖൂസ്. അൽ ഇസ്മുൽ മൻഖൂസ്. അവസാനം അലിഫും തൊട്ട് മുമ്പുള്ള ഫത്ഹാണെന്നുണ്ടെങ്കിൽ അസ്വാ മക്സൂർ എന്ന് പേര് പറയും. മംദൂദ്, അവസാനം ഹംസയും അതിന് തൊട്ട് മുമ്പുള്ളത് അലിഫുമാണ്. സമാ അല്ലെങ്കിൽ സഹ്റാ, അതാണ് മംദൂദ് എന്നുള്ള ഗണത്തിൽ പെടുന്നത്. അൽ ഫിഅലുൽ മുഅത്തലുൽ ആഖിർ മിമ്മാ യലി, അവസാനത്തെ അക്ഷരം ഇല്ലത്തിന്റെ അക്ഷരമായി വരുന്ന ഫിഅലിനെ വിളിക്കുന്ന പേരെന്താണ്? ഫിഅല് 3 അക്ഷരങ്ങൾ, അതിനിടയിലെ അവസാനത്തേത് ഇല്ലത്തിന്റെ അക്ഷരമായി വരികയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേര്. ഉദാഹരണം ദുആ ചെയ്തു, പ്രാർത്ഥിച്ചു, അവസാനത്തേത് ഇല്ലത്തിന്റെ അക്ഷരമാണ്. ഇതിന് വിളിക്കുന്ന പേര് നാഖിസ് എന്നതാണ്. നാഖിസ്, നാഖിസ്. ആദ്യത്തേതാണെന്നുണ്ടെങ്കിൽ അതിന് മിസാലി എന്നും, രണ്ടാമത്തേതിന് അജ്വഫ് എന്നും, മൂന്നാമത്തേത് നാഖിസ് എന്നും. ഈ കൊടുത്ത ഉദാഹരണത്തിലെ ഫിഅലുൽ മുഅത്തലുൽ ആഖിർ, അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെതായി വന്നിട്ടുള്ള ഫിഅൽ ഏതാണ്? ജാ അല്ല, അവസാനത്തേത് ഹംസ്. ഖറഅയും അല്ല, അഖദയും അല്ല, ജറാ എന്നതാണ് ഫിഅലുൽ മുഅത്തലുൽ ആഖിർ. ഇന്നമാ ഡാഷ് ലഈഫുൻ, ഇന്ന ഇന്ന തീർച്ചയായും. പക്ഷെ ആ ഇന്നയോട് കൂടെ മാ എന്നത് ചേർന്ന് വന്നിട്ടുണ്ട്.
അതുകൊണ്ട് ഇന്നയുടെ അമല് അവിടെ ബ്ലോക്കാണ്. ഇനി സാദാ മുബ്തദയും ഖബറും പോലെ പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇന്നമൽ ഇൻസാനു ലഈഫുൻ, ഇൻസാന എന്ന് ഇന്ന ഉണ്ടായത് കൊണ്ട് വരുന്നില്ല, കാരണം മാ എന്ന് ചേർന്ന് വന്നതോടു കൂടെ ഇന്നയുടെ അമൽ അസ്തമിച്ചു. ലൈത്തയാണെങ്കിൽ ലൈത്തയിൽ രണ്ടും സാധ്യമാണ്. ലൈത്തമ അൽ ഇൻസാനു ലഈഫുൻ അൽ ഇൻസാനു ലഈഫുൻ രണ്ടും സാധ്യമാണ്. ലൈത്ത അല്ലാത്ത ബാക്കി ഇന്ന വഖ്വാത്തിനോട് കൂടെയൊക്കെ ഈ മാ ചേർന്ന് വരുന്നതോടുകൂടെ അമലില്ലാതായി. അതുകൊണ്ട് ഇന്നമൽ ഇൻസാനു ഓപ്ഷൻ എ. ഇഗ്സിൽ നീ കഴുകുക നിന്റെ വായ ഫി സബാഹി. അപ്പോൾ ഫൂക ഫാക ഫീക ഫക്ക എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? അസ്മാ ഉൽ ഖംസയിൽ വരുന്ന പദമാണ്. അതിന് നസ്ബ് ലഭിക്കുന്നത് അലിഫ് കൊണ്ടാണ്. ഇഗ്സിൽ ഫാക, നീ നിന്റെ വായ കഴുകുക. അൽ അഫ്ആലുൽ ഖംസ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. അഫ്ആൽ ഖംസ, അഫ്ആൽ ഖംസ എന്ന് പറഞ്ഞാൽ ഫിഅൽ മുളാരിയിലുള്ള യഫ്അലാനി യഫ്അലൂന തഫ്അലാനി തഫ്അലൂന തഫ്അലീന ഈ പദങ്ങൾക്കാണ് അഫ്ആലുൽ ഖംസ എന്ന് പറയുന്നത്. അഫ്ആലുൽ മുളാരിയത്തു മുഴുവൻ മുളാരി പദമാണ്. യെസ്, ട്രൂ, ശരിയാണ്. അൽ അഫ്ആലുൽ ഖംസ, അഫ്ആലുൽ ഖംസ തുർഫഉ ബിൽ ലമ്മത്തി, ലമ്മ കൊണ്ടാണ് റഫ് ലഭിക്കുന്നത്. തുൻസബു വ തുജറു ബിൽ കസ്രി, തെറ്റാണ്. റഫ് ലഭിക്കുന്നത് സുബൂത്തുൻ നൂൻ, അതിന്റെ അവസാനത്തിലുള്ള നൂൻ അവിടെ സ്ഥിരപ്പെടലാണ് റഫ്. ജറും നസ്ബും ലഭിക്കുന്നത് ഹദഫുൻ നൂൻ, നൂനെ കളയലാണ്. അപ്പോൾ അതുകൊണ്ട് അത്തസ്രീഹുൽ അവൽ സഹീഹുൻ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. തസ്രീഹു സാനി സഹീഹുൻ അല്ല. കിലാഹുമാ സഹിയ, രണ്ടും ശരിയല്ല, രണ്ടും തെറ്റ്, അതുമല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ ശരി. ഖാമത്താലിബു, വിദ്യാർത്ഥി എണീറ്റി നിന്നു ഉസ്താദിനെ അധ്യാപകനെ ബഹുമാനിച്ചുകൊണ്ട്. കരീമൻ എന്നല്ല, ഇക്രാമു എന്നുമല്ല, ഇക്രാമിൻ എന്നുമല്ല, ഇക്രാമൻ ബഹുമാനിച്ചുകൊണ്ട്. അത് മഫ്ഊലു അജ്ലിഹി, മഫ്ഊലു ലഹു എന്ന് രണ്ടും ഒന്ന് തന്നെയാണ്. മഫ്ഊലു ലഹു അതിന് വേണ്ടി, കാരണം പറയുന്ന മസ്ദറാണ്. അപ്പൊ അത് മഫ്ഊലായിട്ടാണ് പരിഗണിക്കപ്പെടുക. ഖാമ എന്നതിന്റെ ഇക്രാമൻ എന്ന് നസ്ബായിട്ട് വരണം. ലർഫുസ്സമാൻ, ലർഫുസ്സമാന് അത് ഇസ്മുൻ മൻസൂബുൻ, ലർഫുകൾക്ക് എപ്പോഴും നസ്ബാണ്. കാരണം ലർഫുകളൊക്കെ മഫ്ഊലു ഫീഹി എന്ന ഗണത്തിൽപ്പെടുന്നതാണ്. മഫ്ഊലു ഫീഹി എന്ന ഗണത്തിൽപ്പെടുന്നതാണല്ലോ ലർഫുകൾ. അതുകൊണ്ട് ഇസ്മുൻ മൻസൂബുൻ ലർഫുസ്സമാൻ. ഇഷ്തറൈത്തു, ഞാൻ വാങ്ങി 11 നോട്ട്ബുക്ക്. ഖുറാസത്തൻ 11 നോട്ട്ബുക്കാണ്. അപ്പൊ 11 നോട്ട്ബുക്കാണ് വാങ്ങിയത്. ഇനി 11 എന്ന് എങ്ങനെ കൃത്യമായി പറയാം? ഖുറാസത്തി എന്ന് മുഅന്നസ് ആയതുകൊണ്ട് 11, 11, ഇഹ്ദ എന്നതും മുഅന്നസ് ആവണം, അശറത്ത എന്നതും മുഅന്നസ് ആവണം. 11. ശരിയായ ഉത്തരം ബി, 11. അഹദ മുദക്കറാവാൻ പാടില്ല, കാരണം ഖുറാസത്ത് മുഅന്നസ് ആയതുകൊണ്ട്. ഉഹിബ്ബു റിജാലൽ അദബി, സാഹിത്യത്തിന്റെ ആളുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. വലാസിയമ, പ്രത്യേകിച്ചും അശ്വഅറാഉ, കവികൾ. ഉഹിബ്ബു റിജാലൽ അദബി, സാഹിത്യത്തിന്റെ ആളുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. വലാസിമ, പ്രത്യേകിച്ചും അശ്വഅറാഇ, കവികൾ. ഇതിലേതാണ് ശരി എന്നതാണ് പ്രശ്നം. അപ്പോ ലാസിമയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കിലാഹുമാ സഹിഹാൻ, ഇത് രണ്ടും ശരിയാണ്. ലാസിയമ എന്നതിന് ശേഷം ലാസിയമ ശ്വഅറാഉ, ലാസിയമ ശ്വഅറാ, ഈ രണ്ടും പറയാം. ലാസിയമയുടെ നിയമം ചുരുക്കി വിശദീകരിക്കാം. ലാസിയമയുടെ ശേഷം വരുന്നത് മൈരിഫയായ ഒരു ഇസ്മാണെങ്കിൽ, ശ്വഅറാ അലിഫ്ലാം ഉണ്ട്, മൈരിഫയാണല്ലോ, മൈരിഫയായ ഇസ്മാണെങ്കിൽ അവിടെ റഫ്ഉം സാധ്യമാണ്, ജറും സാധ്യമാണ്. ഇനി നെക്കിറയായ ഒരു ഇസ്മാണെങ്കിലോ, ലാക്കിയമ ശ്വഅറാ അലിഫ്ലാം ഇല്ലാതെ ശ്വഅറാ എന്നാണെങ്കിൽ ആ സമയത്ത് മൂന്നും അനുവദനീയമാണ്. റഫ്ഉം നസ്ബും ജറും മൂന്നും, കസ്റും ഫതഹും ലമ്മും മൂന്നും. ലാസിയമ റജുലൻ, ലാസിയമ റജുലിൻ, ലാസിയമ റജുലൻ മൂന്നും സാധ്യമാണ് നെക്കിറയാണെങ്കിൽ. അലിഫ്ലാം ഉള്ളതോ മൈരിഫയായ പദങ്ങളാണ് ലാസിയമയുടെ ശേഷം വരുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നസ്ബ് അവിടെ സാധ്യമല്ല. ലാസിയമ ശ്വഅറാ എന്നത് തെറ്റാണ്, പക്ഷെ ശ്വഅറാഇ ശ്വഅറാഉ ശരിയാണ്. ഓപ്ഷൻ എ, കിലാഹുമ സഹിഹാൻ. മയ്യിസിൽ ജുംലത സഹിഹത മിനൽ ആതിയതി, താഴെയുള്ളതിൽ ശരിയായ ഒരു സെന്റൻസ് ഉണ്ട്, അത് തിരഞ്ഞെടുക്കാനുള്ളത്. ഓപ്ഷൻ എ, നാബാനിൽ ഫീലി, ആനയുടെ 2 കൊമ്പുകൾ തൊവീലത്താനി, നീണ്ടതാണ്, 2 പല്ലുകൾ നീണ്ടതാണ്. അപ്പൊ ഈ നാബാനി എന്നത് മുസന്നയായത് അത് ശേഷമുള്ളതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടതുകൊണ്ട് ഇവിടെ ഈ നൂന് വരാൻ പാടില്ലായിരുന്നു. നാബൽ ഫീലി, അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇൻദി സലാസതു സഅത്തിൻ, തെറ്റാണ്. കാരണം 3 വാച്ച് എൻ്റെ അടുത്തുണ്ട്. സാഅത്ത് മുഅന്നസ് ആയതുകൊണ്ട് സലാത്തിൽ താ വരാൻ പാടില്ല. സലാസു സഅത്ത്. അസ്സയ്യിദാത്തു, സ്ത്രീകൾ.
തെൽബസ്ന അവർ ധരിക്കുന്നു, സിയാബഹുൻ അവരുടെ വസ്ത്രങ്ങൾ ധരിക്കുന്നു. തെറ്റാണ്. കാരണം ഇവിടെ തെൽബസ്ന എന്നല്ല വേണ്ടിയിരുന്നത്, യൽബസ്ന എന്നാണ് വേണ്ടിയിരുന്നത്. സയ്യിദാത്തു യൽബസ്ന, സ്ത്രീകൾ ജമ്മായിട്ട് വരുന്ന സമയത്ത് യഫ്അലു യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലാനി യഫ്അൽന, ധാരാളം സ്ത്രീകൾ ചെയ്യുന്നു എന്നതിന് യഫ്അൽന എന്നതാണ്. മുമ്പിലുള്ള സ്ത്രീകളാണെങ്കിലാണ് തഫ്അൽന എന്ന് പറയുന്നുള്ളൂ. ഗായിബാണ് സയ്യിദാത്തു സ്ത്രീകൾ. യൽബസ്ന സിയാബഹുന്ന തെറ്റാണ്. വജത്തു ഞാൻ കണ്ടു, റിജാലൻ കുറച്ചാളുകളെ, മുസാഫിരിനെ യാത്ര ചെയ്യുന്നതായ അവസ്ഥയിൽ ഞാൻ കണ്ടു. ശരി. അപ്പോൾ ഓപ്ഷൻ ഡി മാത്രമാണ് ശരിയായ ഉത്തരം. ഹളറൽ മുജ്തമ കോൺഫറൻസ്, ആ യോഗത്തിൽ പങ്കെടുത്തു 125 അംഗങ്ങൾ. അപ്പോൾ ഈ 125 ശേഷം ഇനി അംഗങ്ങൾ എന്നുള്ളത് പറയുന്നത് ശരിയായ രീതി എങ്ങനെയാണ്? മിഅത്തുൻ വ ഖംസത്തുൻ വ ഇശ്റൂന 25 ഉളുവൻ അംഗങ്ങൾ പങ്കെടുത്തു. ഉളുവൻ എന്നത് 25 എന്നതാണല്ലോ. അപ്പോൾ മിഅത്തുൻ വ ഖംസത്തുൻ വ ഇശ്റൂന ഉളുവൻ എന്നതാണ് ശരിയായ ഉത്തരം. ഇഖ്തരിൽ ഇബാറത്ത സഹിഹ, ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാൻ. ഇന്ന, തീർച്ചയായും അപ്പൊ ഇന്ന വന്നിട്ടുണ്ട്, അപ്പൊ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. ഇന്നൽ മുജ്തഹിദീന പരിശ്രമിക്കുന്ന ആളുകൾ ഫായിസൂന വിജയിക്കുന്നവരാണ്. ഇന്നൽ മുജ്തഹിദീന ഫായിസീന തെറ്റ്. ഇന്നൽ മുജ്തഹിദൂന, ഇന്ന എന്നാൽ പിന്നെ നസ്ബ വേണ്ടത് തെറ്റ്. ഇന്നൽ മുജ്തഹിദൂന മിസ്റ്റേക്ക് ആണ്. ഫായിസീന എന്നതും മിസ്റ്റേക്ക് തന്നെ. അപ്പോൾ ഇന്നൽ മുജ്തഹിദീന പരിശ്രമിക്കുന്ന ആളുകൾ ഫായിസൂന വിജയിക്കുന്നവരാണ്, ഇതാണ് ശരി. ഇന്നയുടെ ഇസ്മ നസ്ബ് യാ കൊണ്ട്, ഖബർ റഫ് വാവ് കൊണ്ട്, കാരണം രണ്ടും ജമ്മു മുദക്കർ സാലിമാണ്. മികറുൻ മിഫറുൻ മുഖ്ബിലുൻ മുദ്ബിറുൻ മഅ കജുൽമൂദി സുഖിരിൻ ഹത്തഹു സൈലു മിൻ അലു. ഇത് ആരുടെ കവിതയാണ്? ഇമ്രുൽ ഖൈസിന്റെ മുഅല്ലഖയിലുള്ള കവിതയാണ്. കുതിരയെ വിശേഷിപ്പിച്ചുകൊണ്ട് പാടാണ്. മികറുൻ മികരിൻ മിഫരിൻ മുഖ്ബിലിൻ മുദ്ബിരിൻ മഅ. ഇമ്രുൽ ഖൈസ് ഓപ്ഷൻ ബി. അടുത്തത് അൽ ഖൻസാഉ തൻതമി ഇല, ഖൻസാ എന്ന പ്രശസ്തയായ കവിയത്രി ഏത് കാലഘട്ടക്കാരിയാണ്? അൽ ജാഹിലിയീൻ, ജാഹിലിയല്ല, ഉമവിയീൻ, അൽ മുഖ്ലറമീൻ, ഷാഇറത്തുൻ മുഖ്ലറമത്തുൻ. മുഖ്ലറം ജാഹിലി കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്, മുസ്ലിമായി ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ചിട്ടുണ്ട്. ഖൻസ തുമാലിർ എന്നതാണ് അവരുടെ പേര്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അവൽ മൻ വലഅ മബാദി അൻ-നഹ്വ്, ഇൽമുൻ നഹ്വ് ഗ്രാമറിന്റെ തുടക്കം സ്ഥാപിച്ചത് ആരാണ്? അബുൽ അസ്വദ് ഉദ്ദുവലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അബുൽ അസ്വദ് ഉദ്ദുവലിയാണ് ഇൽമുൻ നഹ്വ് സ്ഥാപിച്ചത്. അദദു ശുഅറാ നഖാഇൽ, ഷുഅറു നഖാഇൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്ഷേപകാവ്യങ്ങൾ ഉമവി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കവിത ശൈലിയായിരുന്നു. അത് എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ജരീർ, ഫറസ്ദഖ്, അഖ്തലി, ഈ 3 പേരടങ്ങിയ കവിത്രയങ്ങളായിരുന്നു ഷുഅറു നഖാഇൽ പ്രശസ്തർ. ഓപ്ഷൻ സി. റായിദു ഷുഅരിൽ അറബി അൽ ഹദീസ്, ആധുനിക അറബി കവിതയുടെ പ്രചാരകൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ്? അത് ബാറൂദി. ബാറൂദിയാണ് റായിദു ഷുഅരിൽ അറബി എന്ന തലക്കെട്ടിന് വിളിക്കപ്പെടുന്ന ആള്. മഹ്മൂദ് സാമി അൽ ബാറൂദി. മുദീർ തഹ്രീർ മജല്ലത്ത് അപ്പോളോ, മജല്ലത്ത് അപ്പോളോ എന്ന മാഗസിന്റെ മുദീർ തഹ്രീർ ചീഫ് എഡിറ്റർ ആരാണ്? അപ്പോളോ എന്നുള്ള ഒരു സാഹിത്യ പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അതിന്റെ സ്ഥാപകൻ തന്നെയാണ് അഹ്മദ് സക്കി അബൂഷാദി. അഹ്മദ് സക്കി അബൂഷാദിയാണ് മുദീർ തഹ്രീർ മജല്ലത്ത് അപ്പോളോ. ഉസ്സിസത് അൽ അസ്ബത്തുൽ അന്ദുലുസിയ, അദബുൽ മഹ്ജർ പലായന സാഹിത്യത്തിലെ റാബിത്തത്തുൽ ഖലമിയയും കൂടെ ഉണ്ടായിരുന്ന മറ്റൊന്നായിരുന്ന അൽ അസ്ബത്തുൽ അന്ദുലുസിയ. അവരുണ്ടായിരുന്നത് അൽ അംബ്രീക്കൽ ജനൂബിയ, സൗത്ത് അമേരിക്കയിലായിരുന്നു. സൗത്ത് അമേരിക്കയിലായിരുന്നു. ബ്രസീലിലാണ് ഇതിന് തുടക്കം കുറിച്ചത്. അൽ അസ്ബത്തുൽ അന്ദുലുസിയക്ക് തുടക്കം കുറിച്ചത് ബ്രസീലിലാണ്. തർജമത് മാ ജദുവലൈൻ, മാ ജദുവലൈൻ എന്ന ഒരു ഗ്രന്ഥം അലാ യദിൽ മൻഫലൂത്തി, മുസ്തഫ ലുത്ഫി മൻഫലൂത്തിയാണ് അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. പക്ഷേ അതിന്റെ ഒറിജിനൽ ഭാഷ ഏതായിരുന്നു? എവിടെ നിന്നാണ് അദ്ദേഹം അറബിയിലേക്ക് വിവർത്തനം ചെയ്തത്? ഫറൻസിയ, ഫ്രഞ്ചിൽ നിന്ന് മാജദുവലൈൻ എന്ന ഗ്രന്ഥം അദ്ദേഹം അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. ഖസീദത്തു ദൻഷുവായി, ദൻഷുവായി എന്ന ഒരു ഖസീദ. ദൻഷുവായി എന്നത് ഈജിപ്തിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഖസീദയാണ്. നമ്മുടെ മാപ്പിള ലഹള അല്ലെങ്കിൽ
വാഗൻ ട്രാജഡി പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദുരന്തമാണ് ധൻഷുവായി എന്നുള്ള ദുരന്തം. ആ സ്ഥലത്ത് നടന്നിട്ടുള്ള ബ്രിട്ടീഷ് പോലീസുകാർ നാട്ടുകാരെ വെടിവെച്ച് ധാരാളം ആളുകൾ മരണത്തിന് കീഴടങ്ങിയ ഒരു സംഭവമാണ് ധൻഷു. അതിനെക്കുറിച്ച് എഴുതിയ ഒരു കവിതയാണ് ഖസീദത്തു ധൻഷുവായി. അത് എഴുതിയത് ഹാഫിൾ ഇബ്രാഹിം, ഷാഇറുൻ നീൽ ഹാഫിൾ ഇബ്രാഹിം ആണ് ഖസീദത്തു ധൻഷുവായി. മൗളൂഉ മുഖദ്ദിമ ഇബ്നു ഖൽദൂൻ, ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമത്ത് ഇബ്നു ഖൽദൂൻ എന്നത് പ്രശസ്തമായ ഒരു പുസ്തകമാണല്ലോ മുഖദ്ദിമ. അത് എന്ത് വിഷയമാണ് അതിൽ പരാമർശിക്കപ്പെടുന്നത്? ഇൽമു താരീഖ്, ചരിത്രത്തിന്റെ ഒരു ഗ്രന്ഥമാണ് ഇൽമു താരീഖ്. അവൽ ഖാമൂസിൻ ഫിൽ അറബിയ, അറബി ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറി. കിതാബുൽ ഐൻ, മുഅ്ജമുൽ ഐൻ, ഐൻ എന്ന ഡിക്ഷണറിയാണ്. അതിൽ ആദ്യത്തെ അക്ഷരം ഐനാണ്. നമ്മുടെ ഇന്നത്തെ ഡിക്ഷണറിയിലൊക്കെ അലിഫ് ബ എന്നീ ഓർഡറിലാണെങ്കിൽ അതിൽ ആദ്യത്തെ അക്ഷരം ഐനായിരുന്നു. അതുകൊണ്ടാണ് മുഅ്ജമുൽ ഐൻ എന്ന് അതിന് പേര് വന്നത്. ഇത് ഖലീൽ ബിൻ അഹ്മദ് അൽ ഫറാഹിദ്, ഇൽമുൽ അറൂദിന്റെ സ്ഥാപകനായിട്ടുള്ള ഖലീൽ ബിൻ അഹ്മദ് തന്നെയാണ് കിതാബുൽ ഐൻ എന്ന ആദ്യത്തെ ഡിക്ഷണറിയും സ്ഥാപിക്കുന്നത്. മിൻ മുഅസ്സിസി ഹർക്കത്തു ദീവാൻ, മദ്രസത്തു ദീവാൻ, അതിന്റെ സ്ഥാപകരിൽ പ്രധാനികളായ 2 ആളുകൾ, 3 പേര് കൂടിയിട്ടാണ്. ഷഅഖാദ് മാസിനി, പിന്നെ ഉണ്ടായിരുന്നത് അബ്ദുറഹ്മാൻ ശുക്രിയുമാണ്. ഏറ്റവും പ്രസിദ്ധരായിട്ടുള്ള 2 ആളുകൾ അഖാദും മാസിനിയും. തർജമൽ ബുഅസാ, പാവങ്ങൾ എന്ന വിക്ടർ ഹ്യൂഗോയുടെ നോവൽ, അത് വിവർത്തനം ചെയ്യപ്പെട്ടത് അറബിയിലേക്ക് അലായതി ആര് മുഖേനയാണ്? ഹാഫിൾ ഇബ്രാഹിമിന്റെ സംഭാവനയാണ്. അൽ ബുഅസാ എന്ന പാവപ്പെട്ടവർ. അഷ്ഹറു ശുഅറാ ഫിൽ മഹ്ജർ, അദബുൽ മഹ്ജറ കവികളിൽ ഏറ്റവും പ്രസിദ്ധനായ കവി ആരാണ്? ഇവരൊക്കെ അദബുൽ മഹ്ജറിലുള്ള ആളുകൾ തന്നെയാണ്, നസീബ് ആരിയും അമീൻ റൈഹാനിയും ഒക്കെ. പക്ഷെ എന്നാൽ കൂടെ അതിൽ കൂടുതൽ പ്രശസ്തനായിട്ടുള്ള ആൾ, കവിതാ മേഖലയിൽ കൂടുതൽ കഴിവ് തെളിയിച്ചിട്ടുള്ളത് ഇല്യ അബൂ മാളിയാണ്. അദ്ദേഹത്തിന്റെ അൽ മസാ എന്ന കവിതയൊക്കെ കൂടുതൽ പ്രസിദ്ധിയുണ്ട്. കത്തബ അബ്ദുൽ ഹയ്യുൽ ഹസനി രചിച്ച ഗ്രന്ഥം ഏതാണ് താഴെയുള്ളവയിൽ? നുസ്ഹത്തുൽ ഖവാത്തിർ, യെസ്, അബ്ദുൽ ഹയ്യുൽ ഹസനിയാണ്. അൽ മുസ്ലിമൂന ഫിൽ ഹിന്ദ്, ഉയൂനുൽ അഖ്ബാർ, റൂഹുൽ ഇസ്ലാം എന്നതൊന്നും അബ്ദുൽ ഹയ്യുൽ ഹസനിയുടെ ഗ്രന്ഥങ്ങളിൽപ്പെട്ടതല്ല. നുസ്ഹത്തുൽ ഖവാത്തിർ ചരിത്ര പുസ്തകമാണ്, ഇന്ത്യയിലുള്ള നടന്നിട്ടുള്ള പണ്ഡിതന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒന്ന്. ഇഖ്തരി ഷാദ, കൂട്ടത്തിൽ പെടാത്തത്. മുസ്തഫ്ഇലുൻ, അറൂലിലെ നമ്മൾ തഫ്ഈലാത്ത് 10 തഫ്ഈലാത്ത് പറഞ്ഞ കൂട്ടത്തിൽ മുസ്തഫ്ഇലുൻ ഉണ്ട്, ഫാഇലുൻ ഉണ്ട്, മഫാഇലുൻ ഉണ്ട്. പക്ഷെ മഫ്ഊലുൻ എന്ന ഒന്നും അവിടെ ഇല്ല. മഫ്ഊലുൻ എന്നത് ഇല്ല. മുസ്തഫ്ഇലുൻ, ഫാഇലുൻ, മഫാഇലുൻ ഇവയൊക്കെയായിരുന്നു ഇൽമുൽ അറൂലിലെ അത്തഫാഈൽ അൽ അജ്സാ എന്ന ഭാഗത്ത് പരിചയപ്പെട്ടവയെ. ഫാഇലുൻ 8 മറാത്ത്, 8 പ്രാവശ്യം ഫാഇലുൻ, ഫാഇലുൻ 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 ഫാഇലുൻ. ഈ രീതി ഏത് ബഹറിൻ്റെതാണ്? ബഹ്റുൽ മുതദാറക്. അവസാനമായി ഖലീൽ ബിൻ അഹ്മദ് 15 കണ്ടെത്തിയതിനു ശേഷം 16ാമത്തത് ശിഷ്യനായ അഖ്ഫഷ് കണ്ടെത്തിയപ്പോൾ ആ ബഹറിന്റെ പേരാണ് ഫാഇലുൻ. മൗളു അശ്ശഅർ വശുഅറ എന്ന ഇബ്നു ഖുതൈബയുടെ ഗ്രന്ഥമുണ്ട്. അശ്ശഅർ വശുഅറ, കവികളും കവിതയും. അതിലെ നഖ്ദ്, നിരൂപണമാണ് അതിന്റെ വിഷയം. അതിലെ കവികളെയൊക്കെ പരസ്പരം നിരൂപിക്കുന്നു അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. മുഅല്ലിഫുൽ കിതാബ് ഹയാത്ത് മുഹമ്മദ്, പ്രവാചക ജീവചരിത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് ഹയാത്ത് മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ജീവിതം. അത് എഴുതിയത് ആരാണ്? ഹൈക്കൽ, മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ ഹയാത്ത് മുഹമ്മദ്. 2 സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായി തിരഞ്ഞെടുക്കാൻ. തുസായിദു തർജമത്തു, വിവർത്തനം സഹായിക്കുന്നു. അല നഖ്ലി തതവൂരിൽ ഹവാരി, സാംസ്കാരിക വളർച്ചയെ കൈമാറ്റം ചെയ്യാൻ ബൈന ദുവലിൽ ആലം, ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങൾക്കിടയിൽ വിവർത്തനം സഹായിക്കുന്നുണ്ട്. ശരിയാണ്, യെസ്. അടുത്തത് തുഷദ്ദിദു തർജമത്തു, വിവർത്തനം കഠിനമാക്കുന്നു. അൽ അഖബാത്ത്, പ്രയാസങ്ങളെ കാഠിന്യമാക്കുന്നു. അസിയാസിയ വൽ അസ്കരിയ, രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ മിലിറ്ററി സൈനികമായ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ കടുപ്പിക്കുകയാണ് വിവർത്തനം ചെയ്യുന്നത്. ഇത് തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് അത്തസ്രീഹുൽ അവൽ സഹീഹ്, ഒന്നാമത്തത് ശരിയാണ്, രണ്ടാമത്തത് ശരി എന്നുള്ളത് തെറ്റ്. രണ്ടും ശരിയല്ല, രണ്ടും തെറ്റുമല്ല. അൻഷ അൽ ഖലീഫ, ഏത് ഖലീഫയാണ് മഅഹദു തർജമ, വിവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനം ബൈത്തുൽ ഹിക്മ എന്നുള്ള പേരിൽ അബ്ബാസി കാലഘട്ടത്തിൽ സ്ഥാപിച്ചത്? ആരാണ്? ഹാറൂൺ റഷീദ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. പിന്നെ അതിനുശേഷം കൂടുതൽ വിപുലപ്പെട്ടു മഅ്മൂനിന്റെ കാലഘട്ടത്തിൽ. അത്തഅബീറുൽ മുആദിൽ ലി യൂറോപ്യൻ യൂണിയൻ എന്നതിന് സമാനമായ ശരിയായ വിവർത്തനം ഏതാണ് എന്നത്.
അൽ ജംഇയ്യത്തുൽ ഔറുബിയ, അൽ ജമാഅത്തുൽ ഔറുബിയ, അൽ മജ്മുഅത്തുൽ ഔറുബിയ, അൽ ജാമിഉൽ ഔറുബി. നൽകപ്പെട്ട ഓപ്ഷനുകളിൽ ശരിയായ അതിന്റെ വിവർത്തനം നൽകപ്പെട്ടിട്ടില്ല. അൽ ഇത്തിഹാദുൽ ഔറുബി എന്നതാണ് ഔദ്യോഗികമായി അതിനെ പറയുന്നത്. അൽ ഇത്തിഹാദുൽ ഔറുബി. പിന്നെ നൽകപ്പെട്ടതിൽ അൽ ജമാഅത്തുൽ ഔറുബി, ഈ പ്രയോഗം തീരെ ഇല്ല. അൽ മജ്മുഅത്തു, അൽ ജാമിഉൽ ഔറുബി. പിന്നെയും ചെറിയ ഒരു സാധ്യത കൽപ്പിക്കാൻ കഴിയുന്നത് അൽ ജംഇയ്യത്തുൽ ഔറുബിയ എന്നതിനാണ്. ജംഇയ്യത്ത് എന്നത് യൂണിയൻ എന്നുള്ള അർത്ഥത്തിലല്ല, യൂണിയൻ ഉപയോഗിക്കാറുള്ളത് അൽ ഇത്തിഹാദ് എന്നതാണ്. അഫൗന, ഞങ്ങൾ മാപ്പ് കൊടുത്തു, കുറ്റം ചെയ്തവനെ ഞങ്ങൾ മാപ്പ് കൊടുത്തു. അവിടെ എന്താണ് പ്രയോഗം? അഫൗന അലൽ മുസീഇ എന്നതാണോ, ഇലൽ മുസീഇ എന്നതാണോ, അനിൽ മുസീഇ, ലിൽ മുസീഇ? അഫൗന അനിൽ മുസീഇ എന്നതാണ് പ്രയോഗം. അല്ലാഹുമ്മ അഫു അന്ന, അല്ലാഹു ഞങ്ങൾക്ക് മാപ്പ് നൽകണം എന്നുള്ള അന്ന എന്നതല്ലേ പ്രയോഗിക്കുന്നത്. എന്ന പോലെ അഫൗന അനിൽ മുസീഇ. അൽ മുജ്രിമു ഖായിഫൻ, തെറ്റ് ചെയ്തവൻ പേടിച്ചുകൊണ്ട്, തീർച്ചയായും തെറ്റ് ചെയ്തവൻ കുറ്റവാളി പേടിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പ്രയോഗിക്കാൻ നല്ലത്? ഇന്ന, ഇന്ന എന്നാണെങ്കിൽ ശരിയാകുമോ? അല്ല, ഇന്ന എന്നുണ്ടെങ്കിൽ ഇന്നൽ മുജ്രിമ ഖായിഫുൻ എന്നാണ് വേണ്ടത്. ഇന്ന പറ്റില്ല, കാരണം ഖായിഫൻ എന്നുള്ള അലിഫ കൊടുത്തിട്ട് നസ്ബ് നൽകിയിട്ടുണ്ട്. ബൽ ശരിയാ, ക അന്നയും ശരിയാ. ക അന്നയാണെങ്കിലും ക അന്നൽ മുജ്രിമ ഖായിഫുൻ എന്ന് ലമ്മ വരേണ്ടിയിരുന്നത്. ജാ വന്നു, അൽ മുജ്രിമു കുറ്റവാളി വന്നു, ഖായിഫൻ പേടിച്ചവനായ അവസ്ഥയിൽ വന്നു. ശരി, ജാ എന്നതാണ്. റഅയ്തു ഞാൻ കണ്ടു, മിഅത്ത 100 പുസ്തകങ്ങൾ ഫിൽ ഹഖീബത്തി ബാഗിനകത്ത്. അപ്പൊ മിഅത്തിന്റെ ശേഷം ഇനി അദദ് എങ്ങനെ പറയേണ്ടത്? മുഫ്രദ് മജ്റൂർ. മിഅത്ത കിതാബിൻ, മിഅത്ത കിതാബിൻ എന്നത് കിതാബൻ ശരിയല്ല, കുതുബൻ കുതുബിൻ ഒന്നും ശരിയല്ല. കിതാബിൻ എന്ന മുഫ്രദ് മജ്റൂർ ആണ് ശരിയായ ഉത്തരം. മിനൽ മൻസൂബാത്തി, താഴെയുള്ളവയിൽ നസ്ബ് ലഭിക്കുന്നത് ആർക്കാണ്? ഫായിലിന് നസ്ബാണോ? അല്ല, മുലാഫിന് ജറാണ്. അദദിനും പൂർണ്ണമായും നസ്ബല്ല, ചില സമയത്ത് നസ്ബ് ഉണ്ട്. പക്ഷെ മൻസൂബ് എല്ലാ സമയത്തും നസ്ബായി വരുന്നതാണ് അൽ ഹാലു. തജാവസ്തു ഞാൻ വിട്ടുകടന്നു, മൈലൻ ഒരു മൈല്. ഒരു മൈല് എന്താണ് വിട്ടുകടന്നത്? ബഹ്റൻ സമുദ്രം. അപ്പോൾ ബഹ്റൻ തമ്മീസ് ആണ്. തമ്മീസ് ആകുന്ന സമയത്ത് തമ്മീസ് മൻസൂബാണ്. ഇഷ്തറൈത്തു കിലോ ദിർ, കിലോ മൗസൻ, 1 കിലോ പഴം ഞാൻ വാങ്ങി. അപ്പോൾ ആ അളവിന് ശേഷം വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ ബഹ്റൻ എന്നത് തമ്മീസുൻ ആയിട്ട് മൻസൂബാണ്. ഇന്നൽ ഗായിബൈനി, ഇന്നൽ ഗായിബൈനി, ഗായിബായ 2 പേര് അവര് മരീളാനി, അവർ 2 പേരും രോഗിയാണ്. ഇന്ന വന്നതുകൊണ്ട് ഗായിബൈനി നസ്ബായി. അപ്പൊ ഇനി ഖബർ വരുന്നത് റഫ് ആയിട്ടാണ് വരേണ്ടത്. അപ്പൊ മരീലൈനി എന്നത് റഫ് അല്ലാത്തത് കൊണ്ട് തെറ്റാണ്. മരീലാനി എന്നത് ശരിയാണ്. മരീലൂന എന്നത് തെറ്റാവാൻ കാരണം മരീലു എന്നതിന്റെ ജമ്മ് മരീലൂന എന്നതല്ല ഉപയോഗിക്കാറുള്ളത്, മർല എന്നതാണ് ഉപയോഗിക്കാറുള്ളത്. മരീലാത്തും എന്നതും ശരിയല്ല. അപ്പോൾ ഇന്നൽ ഗായിബൈനി, ഗായിബൈനി ഗായിബായ 2 പേര് അബ്സെന്റ് ഉണ്ട്, അവർ 2 പേരും മരീലാനി രോഗികളാണ്. മിൻ ഖസായിസിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അൽ ഇഅ്റാബു, ഇഅ്റാബ്. അവസാനത്തുള്ള ഫത്ഹ് ലമ്മ് കസ്ർ, ഇത് മറ്റേത് ഭാഷയിലില്ല. ഇത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് വലിയ അർത്ഥവ്യത്യാസങ്ങളും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അറബി ഭാഷയുടെ പ്രത്യേകത, അറബിക്ക് മാത്രമുള്ളതാണ് ഇഅ്റാബ്. മറ്റു ഭാഷകളിലെ ഹർഫുകൾ എല്ലാ ഭാഷയിലുണ്ട്, അക്ഷരങ്ങൾ മുത്തറാദിഫ് എല്ലാ ഭാഷയിലുണ്ട്, ബലാഗയും എല്ലാ ഭാഷയിലുണ്ട്. ഇഅ്റാബ് അറബിക്ക് മാത്രം. ഹുവ അത് അത്തഅബീറു അനിൽ ഹയാത്ത്, ജീവിതത്തെ വർണ്ണിക്കുക, ഔ ബഅലിഹ അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളെ ബിഇബാറത്തിൻ ജമീലത്തിൻ മനോഹരമായ വരികളിലൂടെ വർണ്ണിക്കുന്നതിന് വിളിക്കുന്നത് എന്താണ്? ഇത് എന്തിന്റെ ഡെഫിനേഷനാണ്? കവിതയുടെ ഡെഫിനേഷനാണ്. സാഹിത്യത്തിന്റെ ഡെഫിനേഷനാണ്. അൽ അൽ അദബ്, സാഹിത്യം എന്നത് എന്താണ് എന്നതിന്റെ ഡെഫിനേഷനാണ് അത്തഅബീറു അനിൽ ഹയാത്തി ഔ ബഅലിഹ ബിഇബാറത്തിൻ ജമീല എന്നത്. നഹ്വല്ലല്ലോ, ബലാഗയും അല്ല, അറൂദും അല്ല. അതുകൊണ്ട് അൽ അദബു എന്നതാണ് ശരിയായ ഉത്തരം. സുമിയത്തിൽ അറബിയത്തു, അറബിയക്ക് അറബി എന്ന് പേര് വരാൻ കാരണം അറബികളുടെ പിതാമഹനായിട്ടുള്ള പരമ്പരയിൽ വരുന്ന ഒരാളാണ് യഅ്റുബ് ഇബ്നു ഖഹ്താൻ. ഇദ്ദേഹത്തിന്റെ പരമ്പരയിൽ വരുന്ന ആളുകളാണ് അറബികൾ. അതുകൊണ്ടാണ് ഈ ഭാഷക്ക് യഅ്റുബിലേക്ക് ചേർത്തിട്ട് അറബി എന്ന പേര് വരാൻ കാരണം. ഇസ്മായിൽ ഖുറൈഷ് സഊദിയല്ല. ഖും ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂലാ. ഖും ലിൽ മുഅല്ലിം വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂലാ എന്ന വരി, ഇത് ബഹർ ഏതാണ് എന്നതാണ് ചോദ്യം. അടുത്ത ചോദ്യം,
ഖും ലിൽ മുഅല്ലിമി വഫിഹി തബ്ജീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല. അധ്യാപകനെ ബഹുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് അഹ്മദ് ഷൗഖി അദ്ദേഹം അമീർ ഷുആറ അദ്ദേഹത്തിന്റെ കവിതയാണ്. ഖും ലിൽ മുഅല്ലിം, അധ്യാപകൻ ഇനി എണീറ്റ് നിൽക്കണം. വഫിഹി തബ്ജീല, പൂർണ്ണമായ ബഹുമാനാദരവുകൾ അർപ്പിക്കണം. കാദൽ മുഅല്ലിമു അൻ യകൂന റസൂല, പ്രവാചകനോട് തത്തുല്യമായ ഒരു പ്രവർത്തനമാണ് അധ്യാപകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹ്റുഹു, ഈ കവിതയുടെ ബഹ്ർ ഏതാന്നാണ് ചോദ്യം. ഇതിന്റെ ബഹ്ർ ബഹ്റുൽ കാമിൽ, മുതഫാഇലുൻ മുതഫാഇലുൻ മുതഫാഇലു എന്ന ബഹ്ർ കാമിലാണ് ഇതിന്റെ ബഹ്ർ. തശ്ബീഹുൻ ഹുദിഫത് മിൻഹുൽ അദാത്തു വ വജ്ഹു ശബഹ്, അദാത്തും വജ്ഹു ശബഹും രണ്ടു കൂടെ കളയപ്പെടുന്ന തശ്ബീഹിനെ വിളിക്കുന്ന പേര് എന്താ? തശ്ബീഹ് ബലീഗ്. തശ്ബീഹ് ബലീഗ് ആവുന്ന സമയത്ത് അദാത്തും വജ്ഹു ശബഹും രണ്ടും ഒരേ സമയം കളയപ്പെടും. അൽ ഇസ്തിആറ ഡാഷ് മാ ദുക്കിറ മഅഹ മുലായിമുൽ മുശബ്ബഹ് ബിഹി, ഇസ്തിആറത്ത് കഴിഞ്ഞതിന് ശേഷം മുശബ്ബഹിന്റെയോ മുശബ്ബഹ് ബിഹിന്റെയോ അനുബന്ധമായ കാര്യങ്ങൾ പറയപ്പെടാം. അങ്ങനെ മുശബ്ബഹ് ബിഹിയുടെ മുലായിം അനുബന്ധമായ കാര്യമാണ് പറയപ്പെട്ടതെങ്കിൽ അത് ഇസ്തിആറത്തിന് ഇസ്തിആറ മുറശ്ശഹ എന്നാണ് പറയുന്നത്. മുശബ്ബഹിന്റേതാണെങ്കിൽ മുജറദ എന്നും രണ്ടിൻ്റെതും പറയപ്പെട്ടിട്ടില്ല എന്നെങ്കിൽ മുത്ലഖ എന്നുമാണ് പേര്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. അൽ ഇബാറത്ത്, ഈ ഉദാഹരണം, ഈ സെന്റൻസ് എന്തിന്റെ ഉദാഹരണമാണ് എന്നാണ്. അപ്പോൾ തൗരിയത്ത് തിബാഖ് മുഖാബല ജിനാസ്, മുഖാബലയുടെ ഉദാഹരണമായിട്ട് ഇതിനെ കാണാൻ കഴിയും. കാരണം യുരീദു അതിന്റെ ഓപ്പോസിറ്റ് ലാ യുരീദു, യുസ്റ ഉസ്ർ. അപ്പൊ രണ്ട് സെന്റൻസുകളിൽ രണ്ട് വിരുദ്ധ പദങ്ങൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ മുഖാബലയുടെ ഗണത്തിൽ ഉൾപ്പെടും. ഇബാറത്തുൻ അൻ സലാസിൻ ഔ അർബഇ മുതഹർരികാത്തിൻ യലിഹാ സാക്കിനുൻ, മൂന്ന് അക്ഷരങ്ങൾ അടുത്തതായിട്ട് മൂന്ന് ഹർക്കത്തുകൾ തൊട്ടുടനെ സുക്കൂന്. ഇൽമുൽ അറൂദിൽ പറയുന്നതാണ്, മൂന്ന് ഹർക്കത്തുകൾ തുടർച്ചയായി വന്നു, അതിനുശേഷം സുക്കൂന് വന്നു. അങ്ങനെയാണെങ്കിൽ യലിഹാ സാക്കിനുൻ, നാലാമതായി സുക്കൂൻ, അല്ലെങ്കിൽ നാല് ഹർക്കത്തുകൾ തുടർച്ചയായിട്ട് അതിന്റെ ശേഷം അഞ്ചാമതായിട്ട് സുക്കൂന് വന്നു, അതിന് വിളിക്കുന്ന പേര് ഫാസില എന്നതാണ്. 3+1 ആണെങ്കിൽ ഫാസില സുഗറ, 4 ഹർക്കത്ത് +1 ആണെന്നുണ്ടെങ്കിൽ ഫാസില കുബ്ര എന്നും വിളിക്കും. സബബ് സഖീൽ എന്ന് പറഞ്ഞാൽ 2 ഹർക്കത്തുകൾ തുടർച്ചയായി വന്നു, അത്ര മാത്രമാണെങ്കിൽ സബബ് സഖീൽ. വത്തിദ് മജ്മൂ 3 ഹർക്കത്തുണ്ട്, അതിൽ 2 ഹർക്കത്തുകൾ അടുപ്പിച്ചു, മൂന്നാമത്തേത് അവസാനത്തെ സുക്കൂനും. വത്തിദ് മഫ്റൂഖ് 2 ഹർക്കത്തുകൾ തുടക്കവും അവസാനവും മധ്യത്തിൽ സുക്കൂൻ വന്നിട്ടുണ്ടെങ്കിൽ വത്തിദ് മഫ്റൂഖ് എന്ന്. അൽ ജുസ്ഉൽ അഖീർ മിൻ സദരിൽ ബൈത്ത്, ഒരു ബൈത്തിന്റെ ആദ്യത്തെ ഭാഗം. മിസ്റാഉൽ അവ്വൽ, മിസ്റാഉൽ അവ്വലിന്റെ അവസാനത്തെ ജുസ്ഇന് വിളിക്കുന്ന പേരെന്താണ്? ഫഊലുൻ മഫാഈലുൻ ഫഊലുൻ മഫാഈലുൻ, ഇതാ സദർ. അടുത്തത് ഫഊലുൻ മഫാഈലുൻ ഫഊലുൻ മഫാഈലുൻ, അത് അജ്സ്. സദറിന്റെ അവസാനത്തെ ജുസ് ഫഊലുൻ മഫാഈലുൻ ഫഊലുൻ മഫാഈലുൻ എന്ന അവസാനത്തെ മഫാഈലുൻ വിളിക്കുന്ന പേര് അൽ അറൂലു എന്നതാണ്. സദറുൽ ബൈത്ത്, ബൈത്തിന്റെ സദറിന്റെ അവസാനത്തെ ജുസ്. രണ്ടാമത്തെ അജ്സ്, രണ്ടാമത്തെ മിസ്റാഇന്റെ അവസാനത്തെ ജുസ്ഇന് ലർബ് എന്ന പേര് പറയുന്നത്. ലർബും അറൂലും അല്ലാത്ത ബാക്കിയുള്ളവകൾക്ക് ഹഷ്വ് എന്നുമാണ് പേര്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തത് 2021 LPSA പരീക്ഷയിൽ ചോദിക്കപ്പെട്ടിട്ടുള്ള അറബി ഭാഗമാണ്. 80 ചോദ്യങ്ങളാണ് പരിശോധിച്ചത്. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.